Dear students, welcome to Learner's World. In this video, I'm going to talk about a poem analysis, photos in various poses by K.G. Shankarapilla, MDC, BA Languages, 3rd semester, Calcutta University. Photos in various poses. In the poem, the poet satirically highlights the tendency of modern individuals to capture photos of every event in their lives and post them on social media platforms. ഫോട്ടോസ് ഇൻ വേരിയസ് പോസസ്, പല പോസിലുള്ള ഫോട്ടോകൾ. ഈ ഒരു കവിതയിൽ കവി പറയുന്നത്, അതായത് കവി ഒരു പരിഹാസ രൂപത്തിൽ ഇന്നത്തെ തലമുറയെ കളിയാക്കിക്കൊണ്ട് അദ്ദേഹം അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചിട്ട് പറയണം. അതായത് ഇന്ന് ഒരു ടെൻഡൻസി ഉണ്ട്, നമ്മൾ എന്തിനും ഏതിനും നമ്മൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുള്ള ഇവൻറ്റുകൾ നമ്മൾ ഏത് കണ്ടീഷനിലാണോ അതിലൊക്കെ നമ്മൾ പല പ്രോസസ്സിലായിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത ഇന്നത്തെ തലമുറയിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു കവിത. ലെറ്റ്സ് മൂവ് ഓൺ ടു ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഓഫ് ദ പോം. Photos in various poses. We need several photos, sir, of people like you in various poses, bending, tittling, standing, walking, smiling, lost in thought, with a palette and brush in hand, staring, smoking, browsing through a book, embracing your mate and children, and now inseparable bosom force, close-up and long-distance shots. Photos in various poses, sir. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പറയുന്നത്, കവി നമ്മുടെ ഫോട്ടോഗ്രാഫറെ സർ എന്ന് അഭിസംബോധന ചെയ്യുകയാണ്. സാറിനെ പോലെയുള്ളവരുടെ പല പോസിലുള്ള ഫോട്ടോകൾ വേണം സർ. ചാഞ്ഞും ചെരിഞ്ഞും നിന്നും നടന്നുമുള്ളവ, ചിരിച്ചും ചിന്തിച്ചും വരച്ചും മിഴിച്ചും വലിച്ചും വായിച്ചും എഴുതിയുമുള്ളവ, ഇണയെ മക്കളെ ഇനി വേർപിരിയാനാവാത്ത ശത്രു സഖാക്കളെ വാരിപ്പുണരുന്നവ, അടുത്തും അകന്നുമുള്ള പല പോസിലുള്ള ഫോട്ടോകൾ വേണം സർ. വിത്ത് എ ന്യൂ ബോൺ ചൈൽഡ് അറ്റ് കൊണാർക്ക് or Bellure, or beside a funeral pyre, despairing of the ways of all flesh, turbulent troughs, plummeting depths, and a glimpse of the distant shore, lashing the banks, overflowing, wielding the axe to reclaim land, leading a march, shaking hands at a marriage, folding hands before success, waxing at one's favorite task, crushed under futile task, photos in various poses, sir. വീണ്ടും നമ്മുടെ കവി പറയുന്നത്, ഇനിയും പലതരത്തിലുള്ള ഫോട്ടോസ് ഫോട്ടോഗ്രാഫറോട് ആവശ്യപ്പെടുന്നുണ്ട്. അതായത് വിത്ത് എ ന്യൂ ബോൺ ചൈൽഡ്, അതായത് ഇന്ന് പിറന്ന ഒരു കുഞ്ഞിൻ്റെ കൂടെ, അല്ലെങ്കിൽ അറ്റ് കൊണാർക്ക് ഓർ ബെലൂർ, കൊണാർക്കിലോ ബെലൂരിലോ, അതുപോലെ ബിസൈഡ് എ ഫ്യൂണറൽ പയർ, ചുടലത്തീയുടെ അരികിലോ നിന്നുള്ള ഫോട്ടോസ് വേണം. ഡെസ്പൈറിംഗ് ഓഫ് ദ വേസ് ഓഫ് ഓൾ ഫ്ലഷ്, ടർബുലന്റ് ട്രഫ്, പ്ലമറ്റിംഗ് ഡെപ്ത്, ആൻഡ് എ ഗ്ലിംസ് ഓഫ് ദ ഡിസ്റ്റന്റ് ഷോർ. അതായത് ചുടലത്തീയുടെ അരികിലോ, മരിക്കാത്തത് എന്തെന്നുള്ള മനസ്സേ എന്ന് പൊള്ളുന്ന അകം കലങ്ങി ആഴം വളർന്ന് അകലെ ലക്ഷ്യം തെളിഞ്ഞ് തടം തല്ലി നിറഞ്ഞൊഴുകുന്ന നാട് നേടാൻ ചുഴറ്റുന്ന ജാഥ നയിക്കുന്ന കല്യാണത്തിന് കൈകുലുക്കുന്ന വിജയത്തിന് വണങ്ങുന്ന ഇഷ്ടകർമ്മങ്ങളിൽ പൂത്തുലയുന്ന പല പോസിലുള്ള ഫോട്ടോകൾ വേണം സർ. ലെറ്റ് ദം സീ ദോസ് ഹു ഹാവ് നെവർ സീൻ us, ദോസ് who see us all the time, and even we ourselves, all that we sing and dance through the changing seasons, what we create and destroy in our various incarnations, sir. It is under the case of men that seas swelled to this eyes and rivers became sagas. Like Muhammad Bashir complains that snapshots have worn out his face, but one should not forget, sir, through the same trick the stars of our public men have ascended. ഇനി പറയുന്നത്, ലെറ്റ് ദം സീ ദോസ് ഹു ഹാവ് നെവർ സീൻ us, അതായത് നമ്മളെ കണ്ടിട്ടില്ലാത്തവരും നിരന്തരം കാണുന്നവരും നാം തന്നെയും കാണട്ടെ. അതായത് നമ്മളെ കണ്ടിട്ടില്ല, നമ്മൾ ഓരോ പല പോസിലുള്ള ഫോട്ടോസ് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മളെ കണ്ടിട്ടില്ലാത്തവരും നമ്മളെ കണ്ടവരും എല്ലാവരും നമ്മളെ കാണട്ടെ. അതായത് നമ്മൾ സീസൺ മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, നമ്മൾ എങ്ങനെ ഡാൻസ് ചെയ്യുന്നു, ഇതൊക്കെ എല്ലാവരും കാണട്ടെ എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ പല പോസിലുള്ള ഋതുക്കളൊക്കെ മാറുന്നതിനനുസരിച്ച് നമ്മൾ അതിൽ ഡാൻസ് ചെയ്യുന്നതും
ഇങ്ങനെയുള്ള പല പോസിലുള്ള ഫോട്ടോസ് നമ്മൾ അറിയുന്നവരും അറിയാത്തവരൊക്കെ കാണട്ടെ എന്നാണ് പറയുന്നത്. അതുപോലെ അവതാരങ്ങളിലൂടെ നാം എന്ത് സൃഷ്ടിക്കുന്നു എന്ന ആളുകൾ കണ്ടുകൊണ്ടാണ് സാർ കടലുകൾ ഇത്ര വലുതായത്, പുഴകൾ ഇതിഹാസങ്ങളായത് എന്ന് പറയണം അദ്ദേഹം. ദെൻ വൈക്കം മുഹമ്മദ് ബഷീർ ഒരു കംപ്ലൈൻറ്റ് ചെയ്ത, അതായത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫോട്ടോ എടുത്ത് തൻ്റെ മുഖം തേഞ്ഞു പോയി എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ ദുഃഖിക്കുന്ന ഒരു കാര്യത്തിൽ പറയുന്നുണ്ട്. പക്ഷേ but one should not focus, sir, through the same trick the stars of our public men have ascended. പക്ഷേ ഒന്ന് ഓർക്കണം സാർ, അത് വിദ്യ കൊണ്ട് തുടുത്തുദിച്ചവരാണ് നമ്മുടെ നേത്ര താരങ്ങൾ. From the darkness of anonymity to the kindly light of celebrity, more exposure, more radiance, sir. That is what people say, sir. The truth of a life can be summed up in a snapshot, sir. Those who have never been splashed by a flash bulb, those who do not even figure in a group photo multitude, it is as if they were never born, their life a formless blind void. പിന്നീട് പറയുന്നത്, ഒറ്റ സ്നാപ്ഷോട്ടിൽ ഒതുക്കാനാവില്ല സർ ഒരു ജന്മത്തിൻ്റെയും സത്യം. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ വെച്ചിട്ട് നമ്മുടെ ജീവിതം അളക്കാൻ കഴിയില്ല. അതായത് നമ്മളുടെ ആ ഒരു പോസ്റ്റിലുള്ള ആ ഒരു ഹാപ്പിനെസ് വെച്ചിട്ട് നമ്മൾ ജീവിതത്തിൽ സക്സസ് ആയി എന്നൊന്നും നമുക്ക് അളക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതായത് ഒറ്റ സ്നാപ്ഷോട്ടിൽ ഒതുക്കാനാവില്ല നമ്മുടെ ഈ ഒരു ജന്മത്തിൻ്റെ ട്രൂത്ത് എന്ന് പറയുന്നത്. ഒരിക്കലെങ്കിലും ഒരു ഫ്ലാഷിൽ പോലും വന്നിട്ടില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് ഈ ലോകത്ത്. അവർ ജനിച്ചിട്ടില്ലാത്തതിന് തുല്യമാണ് എന്നാണ് ഇന്നത്തെ തലമുറ അവരെ അഭിസംബോധന ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. When I face the camera, I panic. Its single eye, which is also its tongue, ear, nose, the solar abyss of cosmic flux, a tunnel of night as its core, the possessed demonic dance of the grand inquisitor. When I face the camera, my eyes swerve away from my eyes, my lips wither and fall, ears itch as if they are grafted. A fly settling on my nose threads it down to the underworld. As I stare at one, I splinter into many. Instead of the reverse harmony, I become the rain scatter. പിന്നീട് നമ്മുടെ പോയിട്ട് പറയാണ്, വെൻ ഐ ഫേസ് ദ ക്യാമറ ഐ പാനിക്. അതായത് ക്യാമറയെ നോക്കുമ്പോൾ തന്നെ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു വേവലാതിയാണ്. അതിൻ്റെ നാക്കും മൂക്കും കാതും അതിൻ്റെ ആ ഒറ്റക്കണ്ണും ഒക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു പേടി തോന്നാറുണ്ട് എന്ന് പറയാണ്. അതുപോലെ തന്നെ ക്യാമറയിലേക്ക് നോക്കുമ്പോൾ എൻ്റെ കണ്ണിലേക്ക് വരാതെ മാറുന്നുണ്ട്, ചുണ്ടിലേക്ക് വരാതെ കൊഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത് ക്യാമറയിലേക്ക് നോക്കുന്ന സമയത്ത്. അതുപോലെ ചെവി അതിൻ്റെ അടുത്ത് വെച്ചതുപോലെ ചെവി ചേരാതെ നിൽക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് എന്നാണ് പറയുന്നത്. Thank you, sir. A few more, sir, as a solitary tree in the scorching sands, as a beacon on the dark shore with a bunch of sparing flowers in Ooty or Kashmir, as leaning outside, as Pundanam in the prayer room, as an idol in the pagan, as a blowing horn, or as an elephant's tongue to keep the world fettered in polemics, photos in various poses, sir. അതുപോലെ തന്നെയാണ് കവി ഫോട്ടോഗ്രാഫറോട് താങ്ക് യു പറയണം. താങ്ക് യു സർ, കുറേ കൂടി ഫോട്ടോസ് എനിക്ക് വേണം സർ. വെയിൽപ്പരപ്പിൽ ഒരേ ഒരു തണൽമരമായിട്ട്, അതുപോലെ ഇരുൾ തീരത്ത് സ്തംഭമായിട്ട്, ഊട്ടിയിലോ കാശ്മീരിലോ ഒക്കെ ഉള്ള ഫോട്ടോസ്, പൂജാമുറിയിൽ പൂന്താനമായി, എഴുന്നള്ളിപ്പിൽ തിടമ്പായി, കൊമ്പായി, തുമ്പിയായി, അതുപോലെ ലോകത്തെ തളച്ചിടാൻ എനിക്ക് ഫോട്ടോസ് വേണം സർ, പല പോസിലുള്ള ഫോട്ടോസ് വേണം സർ എന്ന് കവി പോയിറ്റിനോട് പറയണം. അതായത് ഇതിലൂടെയൊക്കെ പറയുന്നത് ഇന്നത്തെ തലമുറയുടെ ആ ഒരു ടെൻഡൻസിയാണ്. സോഷ്യൽ മീഡിയയിൽ ഡിഫറെൻറ്റ് പോസസിലുള്ള ഫോട്ടോസ് അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇതിൽ കവി ഒരു സർക്കാസമായിട്ട്, ഒരു പരിഹാസമായിട്ടാണ് ഇതിൽ അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ ആ ഒരു ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത ഫോട്ടോസ് അയക്കുന്നതിലൂടെ ഒരിക്കലും അവിടെ റിയൽ ലൈഫല്ല അവിടെ റിവീൽ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്.
അവർ സമൂഹത്തിന് ഒരു ഒരു ആർഗ്യുമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു സ്നാപ്ഷോട്ട് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ കോടാനുകോടി ജനങ്ങൾ, ഒരുപാട് ആളുകൾ ഈ ഫോട്ടോസും ഇതിലൊന്നും മുഴുകി ജീവിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരെ സമൂഹം കൺസിഡർ ചെയ്യുന്നത് അവരിപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് എന്നാണ് പറയുന്നത്. Okay, then summary of photos in various poses. The poem criticizes how people today try to photograph every single thing they do, from the most personal moments to big public events, just to post on social media. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ ഒരു പോയറ്റ് വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇന്നത്തെ തലമുറ എങ്ങനെയാണ് ഫോട്ടോഗ്രാഫ് അവർ പോസ്റ്റ് ചെയ്യുന്നത്, അവരുടെ ജീവിതത്തിൽ ഓരോ ഇവൻറ്റിലും, അതായത് അവരിന്ന് രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നത് വരെ ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നവരുണ്ട് എന്നാണ് പറയുന്നത്. പബ്ലിക് ആയിട്ട്, അതുപോലെ പബ്ലിക് ഇവൻറ്റ്സ് തുടങ്ങിയിട്ടുള്ളതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതൊരു വിമർശനാത്മകമായിട്ടാണ് നമ്മുടെ കവി ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ദ നരേറ്റർ ഈസ് ടോക്കിംഗ് ടു എ ഫോട്ടോഗ്രാഫർ ആൻഡ് കീപ്സ് ഡിമാൻഡിങ് സെവറൽ ഫോട്ടോസ് ഇൻ വേരിയസ് പോസസ്. അപ്പോൾ ഈ ഒരു പോയത്തിൽ നമ്മുടെ നരേറ്റർ ഫോട്ടോഗ്രാഫറോട് പല പോസസിലുള്ള ഫോട്ടോസ് എടുത്തു തരാൻ പറയാണ്. അതിൽ അദ്ദേഹം ഒരുപാട് പോസസ് ഇതിൽ പറയുന്നുണ്ട്. ഈ ആസ്ക് ഫോർ പിക്ചേഴ്സ് ഓഫ് എവറിത്തിങ് ഇമാജിനബിൾ ലൈക്ക് ഡെയിലി ലൈഫ്, സ്മൈലിംഗ്, വാക്കിംഗ്, റീഡിംഗ് ബുക്ക്. അദ്ദേഹത്തിൻ്റെ ഡെയിലി ലൈഫ് മുതലുള്ള നിത്യജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, സ്മൈലിംഗ്, വാക്കിംഗ്, റീഡിംഗ് ബുക്ക് തുടങ്ങിയിട്ടുള്ള പോസസിലുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറയുന്നുണ്ട്. അതുപോലെ ഇമോഷൻസ് ആൻഡ് പീപ്പിൾ ലൈക്ക് ഹഗിങ് ഹിസ് ഫാമിലി ആൻഡ് ബിഗ് ഇവൻറ്റ്സ് ലൈക്ക് അറ്റ് എ ടെമ്പിൾ, നെക്സ്റ്റ് എ ഫ്യൂണറൽ പ്രയർ ആൻഡ് അറ്റ് എ വെഡിങ്. അതായത് ഇമോഷൻസ് ആയിട്ടുള്ള തൻ്റെ ഫാമിലീനെ ഹഗ് ചെയ്യുന്നത്, അതുപോലെ ടെമ്പിളിൽ നിൽക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, അതായത് ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചിതയുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു ശ്മശാനത്തിൽ ഇരിക്കുന്നത്, വെഡ്ഡിങ്ങിൽ പങ്കെടുക്കുന്ന ഫോട്ടോസ് തുടങ്ങിയിട്ടുള്ള പല പോസസിലുള്ള ഫോട്ടോസ് എടുത്തു തരാൻ പറയുന്നുണ്ട്. The point is that he wants to document every single feeling and activity, showing how desperate people are to have a photo for every occasion to show others. അപ്പോൾ ഇതിലെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സിംഗിൾ ഫീലിങ്സ്, ആക്ടിവിറ്റീസ് ഒക്കെ ക്യാപ്ചർ ചെയ്ത് മറ്റുള്ളവരെ കാണിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ദ പോയിന്റ് സജസ്റ്റ് ദാറ്റ് എ സിംഗിൾ ഫോട്ടോ ക്യാൻ നെവർ ക്യാപ്ചർ ദ ട്രൂത്ത് ഓഫ് എ ലൈഫ്. അപ്പോൾ അദ്ദേഹം ഇതിൽ നമ്മളോട് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരാളെയും നമ്മളൊരു സിംഗിൾ ഫോട്ടോ കൊണ്ട് അളക്കാൻ കഴിയില്ല. അവരുടെ യഥാർത്ഥ ജീവിതം അതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതായത് ഹാപ്പി ഫേസിൽ നിൽക്കുന്ന ഒരാൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഹാപ്പി ആയിരിക്കണം എന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. He notes that people who are famous always want more attention, like the writer Vaikom Muhammad Bashir, who complained that photos are worn out his face. അദ്ദേഹം പിന്നീട് നോട്ട് ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് ഫേമസ് ആയിട്ടുള്ള അവരെ പോലെ അവർക്ക് അറ്റൻഷൻ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് അവർ സോഷ്യൽ മീഡിയയിൽ അവരുടെ ഡെയിലി ലൈഫൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ അവർ ഇടുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ വൈക്കം മുഹമ്മദ് ബഷീർ ഇതിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ഫോട്ടോ എടുത്തെടുത്ത് എൻ്റെ മുഖം തേഞ്ഞു പോയി എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് ഇതിൽ പറയുന്നുണ്ട്. ദ പോയിന്റ് ഫീൽസ് ദാറ്റ് പീപ്പിൾ ഹു ആർ പുവർ ഓർ അൺഇമ്പോർട്ടൻറ്റ്, who are never in photo feel like their lives were never born, they become invisible. പിന്നീട് നമ്മുടെ കവി വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ചില ആളുകൾ ഈ ഫോട്ടോസും സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് അല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ സമൂഹം കൺസിഡർ ചെയ്യുന്നത് ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ജന്മമായിട്ടാണ്. അതായത് അവർ ജീവിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അവരെ കാണുന്നത് എന്നാണ് പറയുന്നത്. The poem argues that if your life is in photographer, the world acts like you don't exist. അതുപോലെ ഇത് പോയം ഈ ഒരു കവിത ആർഗ്യൂ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഫോട്ടോഗ്രാഫ്സ് ഒന്നും സ്നാപ്ഷോട്ട്സ് ആയിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിലൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ലോകം നമ്മളെ നോക്കി കാണുന്നത് നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളതാണ്. The narrator explains how terrifying the camera is to him. പിന്നീട് ഇതിൽ ഈ ഡിഫറെൻറ്റ് പോസസിനെ കുറിച്ചിട്ട് പറഞ്ഞതിന് ശേഷം ഇതിൽ നരേറ്റർ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ക്യാമറ അദ്ദേഹത്തിന് എത്രത്തോളം ടെറിഫൈങ് ആണ്, എത്രത്തോളം പാനിക്കാണ്, അതായത് പേടിപ്പെടുത്തുന്ന ഒന്നാണെന്ന് പറയുന്നുണ്ട്. യൂസസ് സ്കാരി വേർഡ്സ് ടു ഡിസ്ക്രൈബ് ദ ക്യാമറാസ് ലെൻസ്, ഇറ്റ്സ് എ സിംഗിൾ ഇവൾ ഐ. അദ്ദേഹം ആ ക്യാമറേൻ്റെ ലെൻസ് വളരെ വൃത്തികെട്ട രൂപത്തിലൊക്കെ ചിത്രീകരിക്കുന്നുണ്ട്. അതായത് ഒരു പേടിപ്പെടുത്തുന്ന കണ്ണുകളും ഒക്കെയാണ്, ഒരു ഈവിളായിയാണ് ഈ ഒരു ക്യാമറയുടെ ആയി കണ്ണുകളെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നരേറ്റർ ഫേസസ് ദ ക്യാമറ ഹി പാനിക്സ്. അതായത് നരേറ്റർ ക്യാമറ ഫേസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് പേടി തോന്നുന്നുണ്ട്. ഹി സീസ് ഹി സ്പ്ലിൻഡേഴ്സ് ഇൻ ടു മെനി ആൻഡ് ലോസസ് ഹിസ് ട്രൂ സെൽഫ്. അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആ ഒരു ക്യാമറയിൽ ഫേസ് ചെയ്യുന്ന സമയത്ത് പല രൂപങ്ങളായിട്ട് മാറുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രൂ സെൽഫ് എന്താണോ എന്നുള്ളത്
ഒരു ഐഡൻറ്റിറ്റി തന്നെ ഇല്ലാതാവുന്നുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ബീങ് കാം ആൻഡ് ഹോൾ ലൈക്ക് എ റിവർ ഹി ബിക്കം സ്കാറ്റേഡ് ലൈക്ക് ദ റെയിൻ സ്കാറ്റർ. അദ്ദേഹം പറയുന്നുണ്ട് ഈ ക്യാമറയിൽ നോക്കി ഫോട്ടോ എടുക്കുന്ന സമയത്ത് അദ്ദേഹം സ്കാറ്റേഡ് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ദ ക്യാമറ ഡസൻ ക്യാപ്ചർ ഹിം, ഇറ്റ് ബ്രേക്സ് ഹിം ഇൻ ടു പീസസ്. അദ്ദേഹം പറയാണ് ക്യാമറ ഒരിക്കലും എന്നെ ക്യാപ്ചർ ചെയ്യുന്നില്ല, എൻ്റെ ട്രൂ സെൽഫ് ക്യാപ്ചർ ചെയ്യുന്നില്ല. ഞാൻ പല പീസസായിട്ട് പല കഷ്ണങ്ങളായിട്ടും മാറുകയാണ് ചെയ്തത്, മുറിഞ്ഞു പോവുകയാണ് ചെയ്തത്. നടിറ്റ് സർക്കാസ്റ്റിക്കലി സജസ്റ്റ് എ ഫ്യൂ മോർ സിംബോളിക് ഫോട്ടോസ് ലൈക്ക് ബീങ് ഫോട്ടോഗ്രാഫ്ഡ് ആസ് എ ഗ്രേറ്റ് പൊളിറ്റിക്കൽ ലീഡർ ലെനിൻ, ആസ് ദ ഹംബിൾ ഡിവോഷണൽ പോയറ്റ് പൂന്താനം. അതുപോലെ നടിറ്റ് കുറച്ച് പരിഹാസ രൂപത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കുറച്ച് സിംബോളിക് ആയിട്ടുള്ള ഫോട്ടോസ് കൂടി ഫോട്ടോസ് പോലെ എനിക്ക് എടുക്കണം. അതായത് ഗ്രേറ്റ് പൊളിറ്റിക്കൽ ലീഡർ ആയിട്ടുള്ള ലെനിൻ, അതുപോലെ ഡിവോഷണൽ പോയറ്റ് ആയിട്ടുള്ള പൂന്താനം, ഇവരൊക്കെ പോലെയുള്ള സിംബോളിക് ആയിട്ടുള്ള ഇമേജസ് എനിക്ക് എടുക്കണം എന്ന് പറയുന്നുണ്ട്. ദ പോം എൻഡ്സ് വിത്ത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലൈൻ വിച്ച് റിവീൽസ് the whole point of the satire, to keep the world affected or in politics or photos in various poses, sir. This means all these thousands of photos aren't about being real or happy. They are just taken to start arguments and endless debates that keep the world tied down and enslaved. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ എൻഡിങ് ലൈൻ വളരെ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈനാണ്. ഇത് ഈ കവിത മുഴുവൻ റിവീൽ ചെയ്യുന്നുണ്ട്. ഒരു സർക്കാസം രീതിയിലാണ് ഈ ഒരു ലൈൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഓരോ ഫോട്ടോസും നമുക്ക് മുന്നിൽ വരുന്ന സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് പോസസിലുള്ള ഫോട്ടോസ് എന്ന് പറയുന്നത് ഒരിക്കലും അത് അവരുടെ റിയൽ ലൈഫല്ല, അവരുടെ ട്രൂ സെൽഫല്ല എന്നാണ് പറയുന്നത്. അതായത് അവർ ഈ ഒരു സോഷ്യൽ മീഡിയയിലിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മുമ്പിൽ, ലോകത്തിൽ ഒരു ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇട്ട് കൊടുക്കുകയാണെന്നാണ് പറയുന്നത്.